മണ്ഡല പുനർനിർണയവും സ്ത്രീ സംവരണവും അമൻമെന്റുമൊക്കെ ആയിട്ട് എങ്ങും ചൂട് പിടിച്ച വാർത്തകളാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന് മനസ്സിലായില്ല. ഇന്ന് ചർച്ചയാവുന്ന ഡെലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം, സ്ത്രീ സംവരണം, ഇതൊക്കെ ഒന്നിച്ച് വായിക്കുമ്പോൾ ഇന്ത്യയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഓഫർ. ലോക്സഭാ സീറ്റുകൾ 850 ആകുമ്പോൾ അതിൽ 30 സീറ്റ് കേരളത്തിന് നൽകാമെന്ന് കേന്ദ്രം നൽകിയ വാഗ്ദാനം. നിലവില് 543 സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ ഡെലിമിറ്റേഷൻ നടത്തുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിന് നിലവിലുള്ള 20 സീറ്റുകളിൽ നിന്നും കുറവ് വരും എന്നതാണ് യാഥാർത്ഥ്യം. 2011 സെൻസസ് പ്രകാരം 121 കോടി ജനസംഖ്യയുള്ള ഭാരതത്തില് ഒരു എംപിക്ക് 22.3 ലക്ഷം ജനങ്ങളായാണ് പ്രതിനിധീകരിക്കേണ്ടി വരുന്നത്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു എംപി പ്രതിനിധീകരിക്കേണ്ടി വരുന്നത് 16.7 ലക്ഷം ജനങ്ങളെയാണ്. ഉത്തർപ്രദേശിലാണെങ്കിൽ 25 ലക്ഷം. സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ നിലവിൽ 543 നിലനിർത്തിക്കൊണ്ട് ഭാരതത്തിലെമ്പാടും ഏകീകരണം നടത്തുന്ന രീതിയിൽ ഡിലിമിറ്റേഷൻ നടത്തുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് 5 സീറ്റുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. 20 സീറ്റിൽ നിന്നും നമ്മൾ 15 സീറ്റിലേക്ക് എത്തും. ഇനി ഡിലിമിറ്റേഷൻ 2026 സെൻസസ് ആണ് ബാധകമാകുന്നത് എങ്കിൽ 15ൽ നിന്ന് ഒരു സീറ്റ് കൂടി കുറയും. അതാണ് യാഥാർത്ഥ്യം. ഇനി ആകെ സീറ്റുകളുടെ എണ്ണം 850ലേക്ക് മാറ്റിയാലും ജനസംഖ്യാനുപാതികമായിട്ട് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കിയാൽ വലിയ മാറ്റമൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നിലവിൽ 20 സീറ്റുള്ളത് 23, 24 ഒക്കെ ആവും. അവിടെയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ വെച്ചിട്ടുള്ള 50% സീറ്റ് വർധനവിന്റെ പ്രസക്തി. അത്തരത്തിൽ ബില്ല് പാസ്സാക്കപ്പെട്ടാൽ കേരളത്തിന് 30 സീറ്റാണ് ലഭിക്കുന്നത്. അതാണ് ശരിക്കും ലാഭം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡീലിമിറ്റേഷൻ നടപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1973 ഡീലിമിറ്റേഷൻ പ്രകാരം ലോക്സഭാ സീറ്റുകൾ അവസാനമായി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിലവില് 543 സീറ്റുമായിട്ട് ഡീലിമിറ്റേഷൻ വന്നാൽ കേരളത്തിൽ 15 സീറ്റിലേക്ക് ചുരുങ്ങും. അതായത് പാർലമെന്റിൽ ഇരിക്കുന്ന പല പുരുഷ കസേരകളും കേരളത്തിലെ വീട്ടിലിരിക്കും എന്ന് സാരം. കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന 50% സീറ്റ് വർധനവുമായിട്ട് മുന്നോട്ട് പോയാൽ 30 സീറ്റുകൾ കേരളത്തിന് ലഭിക്കും. അതിൽ 1/3 സ്ത്രീ സംവരണത്തിന് മാറ്റിവെച്ചാലും ബാക്കി 20 സീറ്റ് ജനറൽ സീറ്റായിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ ഡീലിമിറ്റേഷൻ? 1971 ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ ഫ്രീസ് ചെയ്തിരുന്നത്. അതായത് ഇന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണമായും പാർലമെന്റിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് സാരം. കേന്ദ്ര സർക്കാർ CAA നടപ്പിലാക്കിയപ്പോഴും വഖഫ് ഭേദഗതി അവതരിപ്പിച്ചപ്പോഴും ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയപ്പോഴും നോട്ട് നിരോധനം നടപ്പിലാക്കിയിട്ടും മുത്തലാഖ് നിർത്തലാക്കിയപ്പോഴും SIR നടപ്പിലാക്കുമ്പോഴും നുണകളുമായിട്ട് വന്ന ജനങ്ങളെ മണ്ടന്മാരാക്കിയ ഇന്ത്യ മുന്നണി മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ സ്ത്രീ സംവരണ ബില്ലും ജനസംഖ്യയ്ക്കനുസരിച്ച് മണ്ഡലത്തെ വിപുലീകരിക്കുന്നതിലും പതിവ് തെറ്റിച്ചിട്ടില്ല. ശരിക്കും ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് ഇന്ത്യ മുന്നണി എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇന്ത്യ മുന്നണി എതിർത്ത ഓരോ കാര്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾ നടപ്പിലാക്കി എന്ന ബോധം പോലും ഇവർക്കില്ല. എന്നിട്ട് പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ലേ എന്നും പറഞ്ഞ് വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിക്കും കിടിലനായിട്ട് സംസാരിച്ചത് തേജസ്വി സൂര്യയാണ്. ഒരു വാക്ക് പോലും അടർത്തി മാറ്റാനില്ലാട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് 39 സീറ്റുണ്ട്. 2011 സെൻസസ് പ്രകാരമാണ് ഡീലിമിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ അത് 49 വർദ്ധിക്കും. എന്നാൽ നരേന്ദ്രമോദിജി പറയുന്ന വുമൺ ക്വാട്ട പ്രകാരം 59 സീറ്റായി അത് വർദ്ധിക്കും. 10 സീറ്റാണ് അധിക വർധനയാവുന്നത്. കേരളം 20 സീറ്റ് 2011 സെൻസസ് പ്രകാരം ഡിലിമിനേറ്റ് ചെയ്താൽ ഒരു 3 സീറ്റ് കൂടി വർദ്ധിക്കും. 23 സീറ്റാവും. എന്നാൽ നരേന്ദ്രമോദിജിയുടെ വുമൺ ക്വാട്ട പ്രകാരം 30 സീറ്റ് വർദ്ധിക്കും. കർണാടകത്തിൽ 28 സീറ്റാണ്. പക്ഷേ മോദിജിയുടെ കണക്ക് പ്രകാരം അത് 48 ആയിട്ടാണ് വർദ്ധിക്കുക. ആന്ധ്രയില് 25 എന്നത് 37 ആവും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടെയാണ് സീറ്റ് കുറയുന്നത്? തമിഴ്നാടും കേരളവും തെറ്റായ സൂചനകൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നാണ് തേജസ്വി സൂര്യ പറയുന്നത്. ഇനിയിപ്പോ കേരളത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചിട്ട് വേണ്ടട്ടോ മോദിജിക്ക് ഇന്ത്യ ഭരിക്കാൻ. അതിനും തെളിവുണ്ട്. UPയില് 80 സീറ്റ് 138 ആവും. ബീഹാറില് 40 72 ആവും. രാജസ്ഥാനില് 28 47 ആവും. മധ്യപ്രദേശില് 29 50 ആവും. ഡൽഹിയില് 7 17 ആവും. പുതിയ പാർലമെന്റ് മന്ദിരം സ്ഥാപിച്ച് ഇരിപ്പിടത്തിന്റെ എണ്ണം കൂട്ടിയപ്പോ അതിനു മുകളിൽ സ്ഥാപിച്ച അശോക സ്തംഭത്തിലെ സിംഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന പ്രതിപക്ഷത്തിന് ഇപ്പോഴാണ് നേരം വെളുത്തത്. ഇങ്ങനെയുള്ള കഴിവുകെട്ട പ്രതിപക്ഷത്തെയാണ് കേട്ടോ ഇവിടെയുള്ള മാധ്യമങ്ങള് തള്ളി അങ്ങോട്ട് മറിക്കുന്നത്. 2029 ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ പാർലമെന്റ് മീറ്റിംഗിൽ എല്ലാ ഇരിപ്പിടങ്ങളും നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് കാത്തിരിക്കാം. അതിന് കാരണവന്മാർ പറയുന്നത് പോലെ അവിടെ എങ്ങാണ്ട് ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്നേ മുണ്ടുപൊക്കി പോണ്ടാന്നേ.